വ്യോമസേന വിമാനത്തിലെത്തുന്ന രാഷ്ട്രപതിയെ മുഖ്യമന്ത്രി, ഗവർണർ, ദേവസ്വം മന്ത്രി ചേർന്ന് സ്വീകരിക്കും. വ്യോമസേനയുടെ വിമാനത്തിൽ വൈകിട്ടെത്തുന്ന രാഷ്ട്രപതിയെ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, ദേവസ്വം മന്ത്രി VN വാസവൻ തുടങ്ങിയവർ ചേർന്ന് സ്വീകരിക്കും. 7 മണിയോടെ രാജ്ഭവനിലെത്തും. അനന്തപുരി സ്യൂട്ടിൽ വിശ്രമിക്കും. ശബരിമല ശിവഗിരി ദർശനം, മുൻ രാഷ്ട്രപതി KR നാരായണന്റെ പ്രതിമ അനാവരണം, പാലാ സെന്റ് തോമസ് കോളേജ്, എറണാകുളം സെന്റ് തെരേസാസ് കോളേജ് എന്നിവയുടെ ജൂബിലി ആഘോഷങ്ങൾ തുടങ്ങിയ പരിപാടികളിലാണ് സംബന്ധിക്കുക. നാളെ രാവിലെ 9:25 ഹെലികോപ്റ്ററിൽ നിലയ്ക്കലിലേക്ക് തിരിക്കും. രാജ്ഭവനിൽ വച്ച് ഇരുമുടിക്കെട്ട് നിറച്ച് പുറപ്പെടുക. ഗവർണറും പത്നിയും പോകുന്നതും ഇരുമുടിക്കെട്ടുമായാണ്. 23 ഉച്ചയ്ക്ക് 12:50 ശിവഗിരിയിലെ പരിപാടി. സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് ഇന്ന് തലസ്ഥാനത്ത് തുടക്കം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് വൈകുന്നേരം ഉദ്ഘാടനം ചെയ്യും. നാളെയായിരിക്കും മത്സരങ്ങൾ ആരംഭിക്കുക. തലസ്ഥാന നഗരത്തിൽ സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് കൊടിയേറുന്നു. ഇന്ന് മുതൽ 8 ദിവസം തലസ്ഥാന നഗരം കൗമാര കായിക കുതിപ്പിന് സാക്ഷിയാകും. 67ാമത് കായികമേള ഒളിമ്പിക്സ് മാതൃകയിലെ 2ാം തവണയാണിത്. ശിക്ഷക് സദൻ കേന്ദ്രമാക്കി 16ഓളം സബ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദിവസങ്ങളായി ഒരുക്കങ്ങളുടെ തിരക്കിലാണ്. കായിക മത്സരങ്ങൾ നാളെ മുതലായിരിക്കും ആരംഭിക്കുക. ഇന്ന് വൈകുന്നേരം 4 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ മേളയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിക്കും. ഇന്ത്യൻ ഫുട്ബോൾ താരം IM വിജയൻ, വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി എന്നിവർ കുട്ടികളോടൊപ്പം ദീപശിഖ കൊളുത്തും. ക്രിക്കറ്റ് താരം സഞ്ജു സാംസൺ ബ്രാൻഡ് അംബാസിഡറും സിനിമാ താരം കീർത്തി സുരേഷ് ഗുട്ടിൽ അംബാസിഡറുമാണ്. 12 വേദികളിലാണ് മത്സരങ്ങൾ നടക്കുക. 20,000-ത്തിലധികം താരങ്ങൾ മേളയുടെ ഭാഗമാകും. ഇൻക്ലൂസീവ് സ്പോർട്സിന്റെ ഭാഗമായി 1944 കായിക താരങ്ങളും എത്തും. തിരുവനന്തപുരം ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയവും യൂണിവേഴ്സിറ്റി സ്റ്റേഡിയവുമാണ് പ്രധാന വേദി. മഴയും വെള്ളക്കെട്ടും ഉണ്ടായാൽ പ്ലാൻ Bയും തയ്യാറാക്കിയിട്ടുണ്ട്. പുത്തിരിക്കണ്ടം മൈതാനത്താണ് ഭക്ഷണപ്പുര. ഒരേ സമയം 2500-ലധികം പേർക്ക് ഇരുന്ന് ഉച്ചഭക്ഷണം കഴിക്കാവുന്നതാണ്. 8 ദിവസങ്ങൾ തലസ്ഥാനത്ത് കായികമേളയുടെ ഉത്സവങ്ങളായിരിക്കും. പിരിച്ചുവിട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ കണക്ക് 144 എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. എന്നാൽ ഈ കണക്കുകൾ പോലീസ് ആസ്ഥാനത്തില്ല. 2016 ശേഷം പിരിച്ചുവിട്ട 14 ഉദ്യോഗസ്ഥരുടെ പേര് വിവരങ്ങൾ മാത്രമാണ് പോലീസ് ആസ്ഥാനത്തുള്ളത്. പിരിച്ചുവിട്ടവരുടെ കണക്ക് ക്രോഡീകരിച്ച് സൂക്ഷിച്ചിട്ടില്ലെന്നാണ് വിവരാവകാശ നിയമപ്രകാരമുള്ള ചോദ്യത്തിന് പോലീസ് ആസ്ഥാനത്ത് നിന്നുള്ള മറുപടി. 2016 ശേഷം 144 പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടെന്ന മുഖ്യമന്ത്രിയുടെ കണക്ക് പക്ഷേ പോലീസ് ആസ്ഥാനത്ത് ലഭ്യമല്ല. എത്ര പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു, 2016 ശേഷം എത്ര പേര് പിരിച്ചുവിട്ടു, പിരിച്ചുവിടാനുള്ള കാരണങ്ങൾ ഉൾപ്പെടെ ചോദ്യത്തിന് വിവരാവകാശ നിയമപ്രകാരം പോലീസ് ആസ്ഥാനത്ത് അപേക്ഷ നൽകുന്നത് കഴിഞ്ഞ മാസം 18-ാം തീയതിയാണ്. കൃത്യം 1 മാസം പൂർത്തിയായപ്പോൾ മറുപടി ലഭിച്ചു. ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ക്രോഡീകരിച്ച് സൂക്ഷിച്ചിട്ടില്ല. എങ്കിലും ലഭ്യമായ കണക്കു നൽകാം. അതായത് 2016 ശേഷം അച്ചടക്ക നടപടി എടുത്ത് പിരിച്ചുവിട്ടതും നിർബന്ധിത വിവരങ്ങൾ നൽകുന്നതുമായ പോലീസ് ഉദ്യോഗസ്ഥരുടെ എണ്ണം 14 മാത്രമാണ്. വിവിധ വിഷയങ്ങളിൽ 31 പോലീസ് ഉദ്യോഗസ്ഥന്മാർ സസ്പെൻഷനിൽ ആണെന്നും പോലീസ് സംസ്ഥാനത്തെ മറുപടി പറയുന്നു. ക്രോഡീകരിച്ചുള്ള മറുപടി നൽകാനായി വിവരാവകാശ ചോദ്യങ്ങൾ സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ് ബ്യൂറോയ്ക്ക് കൈമാറിയിട്ടുണ്ടെന്നും പോലീസ് ആസ്ഥാനത്ത് അറിയിച്ചിട്ടുണ്ട്. നിയമസഭയിൽ മുഖ്യമന്ത്രി അവതരിപ്പിച്ച കണക്ക് വ്യാജമാണെന്ന് കാണിച്ച് മുൻ പ്രതിപക്ഷ നേതാവ് അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകിയിരുന്നുവെങ്കിലും അത് തള്ളുകയായിരുന്നു. മൂന്നാം ഭരണവും തദ്ദേശ തിരഞ്ഞെടുപ്പും വൻ വിജയമാക്കാൻ ജനപ്രീതി തേടി സർക്കാർ. ആദ്യഘട്ടത്തിൽ 200 രൂപയാണ് പെൻഷനിൽ മാത്രം വർദ്ധിപ്പിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ശമ്പള പരിഷ്കരണത്തിൽ 25,000 രൂപയാണ് സാമ്പത്തിക ബാധ്യത ഉണ്ടായത്. ജനങ്ങളെ പ്രീതിപ്പെടുത്തിയത് കൊണ്ട് മാത്രം കാര്യമായില്ല. ഈ സാമ്പത്തിക ബാധ്യത തീർക്കേണ്ട ഉത്തരവാദിത്തം കൂടി സർക്കാരിനുണ്ടെന്ന കാര്യം മറന്നു പോകരുത്. ജീവനക്കാരുടെയും അധ്യാപകരുടെയും ശമ്പള പരിഷ്കരണം, DA കുടിശ്ശിക വിതരണം, ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിക്കൽ എന്നിവയാണ് പരിഗണിക്കുന്നത്. വൻ സാമ്പത്തിക ബാധ്യത വരുത്തിവെക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് തിരഞ്ഞെടുപ്പിനുള്ള തുറുപ്പുചീട്ടു ഒരുക്കുന്നതും.
കേരളപ്പിറവി ദിനമായ നവംബർ 1 മുഖ്യമന്ത്രി നിയമസഭയിൽ പ്രഖ്യാപനം നടത്തിയേക്കും. ആശാവർക്കർമാരുടെ കാര്യത്തിൽ പ്രഖ്യാപനം നടത്താനിടയില്ലെന്നാണ് അറിയുന്നത്. പ്രതിപക്ഷത്തിന് സമരവിജയം നൽകാൻ താല്പര്യമില്ലെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ക്ഷേമ പെൻഷൻ 1600 രൂപയിൽ നിന്ന് 1800 രൂപയാക്കിയാണ് വർദ്ധിപ്പിക്കാൻ പോകുന്നത്. പടിപ്പടിയായി ഉയർത്തുമെന്ന വാഗ്ദാനവും നൽകുന്നുണ്ട്. ശമ്പള പരിഷ്കരണം എപ്പോൾ നടപ്പാക്കുമെന്ന പ്രഖ്യാപനം ഉണ്ടാകും. ജീവനക്കാർക്ക് 7 ഗഡു DA കുടിശ്ശികയുണ്ട്. 2 ഗഡു ഉടൻ നൽകാനാണ് ആലോചന. ബാക്കിയുള്ളത് നൽകുന്ന സമയക്രമം പ്രഖ്യാപിക്കുമെന്നും സാധ്യതയുണ്ട്. തദ്ദേശ തിരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് മുമ്പ് ഇവയെല്ലാം പ്രഖ്യാപിച്ചാൽ ജനങ്ങളുടെ പ്രീതി നേടാമെന്നും വോട്ടായി മാറുമെന്നും കണക്കുകൂട്ടിയാണ് ഈ പ്രഖ്യാപനങ്ങൾ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ശമ്പള പരിഷ്കരണത്തിന് പതിവ് പോലെ കമ്മീഷനെ നിയമിച്ചാൽ ഈ സർക്കാരിന്റെ കാലാവധിക്ക് മുമ്പ് റിപ്പോർട്ട് കിട്ടില്ല. അതിനാൽ ഉന്നത ഉദ്യോഗസ്ഥർ അടങ്ങിയ സമിതി രൂപീകരിച്ച് ശുപാർശ വാങ്ങി ഉടൻ നടപ്പാക്കുമെന്ന പ്രഖ്യാപനത്തിനാണ് സാധ്യത. കഴിഞ്ഞ ശമ്പള പരിഷ്കരണം നടപ്പാക്കിയപ്പോൾ 25,000 കോടിയുടെ വൻ ബാധ്യതയാണ് ഉണ്ടായത്. മുൻകാല പ്രാബല്യത്തോടെ നടപ്പാക്കിയപ്പോൾ 4,000 കോടിയുടെ കുടിശ്ശികയും വന്നിട്ടുണ്ട്. എന്നിട്ടും സർക്കാർ ഇത്തരത്തിലുള്ള നടപടി സ്വീകരിക്കുന്നതിനു കാരണം ജനങ്ങളുടെ പ്രീതിക്കും അത് വോട്ടായി മാറുന്നതിനും വേണ്ടിയാണ്.